ഹലോ ഗൈസ്, നമ്മൾ കുറുക്ക് കാളൻ ഉണ്ടാക്കാൻ പോവുക കേട്ടോ. അതിന് നാളത്തെ ഓണത്തിന് വേണ്ടിയിട്ടാണ്. ഓണം സ്പെഷ്യലാണ്. അപ്പം ഇതിലിട്ട കാര്യങ്ങൾ ചേന ചെറിയൊരു കഷ്ണം, പിന്നെ ഒരു ഏത്തക്കായയുടെ പകുതി ഒരു കഷ്ണം, അത്രയും എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു 4-5 പച്ചമുളക്, നല്ല എരിവുള്ളതാണ്. പിന്നെ ഇത്തിരി കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി ഒരു ശകലം, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ടാവുള്ളൂ കേട്ടോ. അതേമാതിരി തന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് ഇട്ടിട്ടുള്ളൂ. ഒരുപാട് മഞ്ഞ കളറായാൽ ഇഷ്ടമല്ല അവിടെ. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ ഇത് മോരൊഴിച്ചിട്ടുണ്ട്. മോരിന് കണക്കൊന്നുമില്ല, എത്ര വേണമെങ്കിലും ഒഴിക്കാം. പക്ഷേ അത് കുറുക്കി വരണം. അങ്ങനെ ഇത് നല്ലോണം കുറുകി കഴിയുമ്പോൾ നമ്മൾ ഒരു മുറി തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു മുറി തേങ്ങ നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ജീരകം മാത്രം ചേർത്തിട്ട്, ജീരകവും തേങ്ങയും കൂടി അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഇതൊന്ന് കുറുകി വരണം. നന്നായി ഒന്ന് കുറുകി വരുമ്പോൾ ഈ തേങ്ങ ചേർക്കുക. പിന്നെ കടുക് വറുക്കുക, അത്രയേ ഉള്ളൂ പണി. കടുക് വറുക്കണേന് കരുവേപ്പില, കടുക്, പിന്നെന്താ കരുവേപ്പില, കടുക്, പിന്നെ ഉലുവ, വറ്റൽമുളക്, ഇത്രയും സംഭവങ്ങൾ മതി. പക്ഷേ വെളിച്ചെണ്ണ ഇത്തിരി കൂടുതൽ ഒഴിക്കണം. അപ്പോഴാണ് ഈ കുറുക്ക് കാളൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. ഇത് കുറുകി ഈ മോര് മുഴുവനും വറ്റി വരണം. ഒന്ന് തൈര് ഉടച്ചെടുത്തതാട്ടോ, മിക്സിയിലൊന്ന് ഞാൻ കറക്കിയെടുത്തിട്ടാണ്. ഇത് നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലോണം ഇളക്കി കൊടുക്കുക. നമ്മൾ ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ശർക്കര പുളി അരിയുണ്ട് അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ മധുരം വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ശർക്കര ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. കാളൻ ഒരുവിധം കുറുകി ഇങ്ങനെ വരുന്നുണ്ട്. ഒന്നും കൂടി നന്നായിട്ട് ഈ തേങ്ങ തിളച്ച് കഴിയുമ്പോൾ റെഡി പാകാവും. പിന്നെ ഇതിലിരുന്നിട്ടൊന്ന് പാകാവും. കൽച്ചട്ടിയിലാണെങ്കിൽ നമ്മളൊന്നും നോക്കണ്ട, നല്ല പാകമായിട്ടിരിക്കും. വിളമ്പുമ്പോൾ നല്ല ഇങ്ങനെ കുത്താൻ പാകത്തിലുള്ള നല്ല ഇതിൽ ഇങ്ങനെ വിളമ്പി കൊടുക്കാൻ പറ്റും. ഇപ്പം നമ്മുടെ കുക്കറിലൊക്കെ ആകുമ്പോൾ അങ്ങനെ അങ്ങോട്ട് പറ്റൊന്നുമില്ല, എങ്കിലും കുഴപ്പമില്ല. നല്ല പൊടിയുണ്ട്. അങ്ങനെ ഇത്തിരി ശർക്കര ഇട്ട് കൊടുക്കണം. ഓക്കെ, ഞാൻ വറവിടാൻ വേണ്ടിയിട്ട് എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. കടുകിട്ടു, മുളകിട്ടു, വറ്റൽമുളകിട്ടു, കറിവേപ്പില ഇട്ടു, ഉലുവ ഇട്ടു, 4 സാധനങ്ങളിട്ടു. നമുക്കിത് കറിയിലേക്ക് വയ്ക്കാം. അപ്പോൾ കാളൻ റെഡി. നമ്മുടെ കാളൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.